നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാനെതിരെ യുദ്ധഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത ആക്രമണം അതിരൂക്ഷമായിരിക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാർമർ ഓർമ്മിപ്പിച്ചായിരുന്നു ട്രംപിൻ്റെ ഈ ഭീഷണി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീഷണി. എന്നാൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. കാരണം ഇറാൻ ഒരു വേള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു ചർച്ചയുടെ അതിൻ്റെ മറുപടി കാത്തിരിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച തുടരുന്നതിനെക്കുറിച്ച് പ്രത്യാശിച്ചു കൊണ്ടിരുന്ന വേളയിലാണ് ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുമെന്ന്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഭീഷണി വന്നപ്പോൾ ഇറാൻ ചെയ്തത് എന്നാൽ പിന്നെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാർമർ. നമുക്കറിയാം, ഒരു 12 ദിവസം നീണ്ടുന്ന ഒരു പോരാട്ടത്തിലാണ് B-2 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത്. എന്നാൽ അതിനു മുമ്പ് തന്നെ മാറ്റേണ്ട സാധനങ്ങളെല്ലാം യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ളവ മാറ്റിയിട്ടുണ്ട്, എല്ലാം സുരക്ഷിതമാണ് എന്ന് ഇറാനും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ US എബ്രഹാം ലിങ്കൺ നയിക്കുന്ന വലിയ നാവികപ്പട ഇപ്പോൾ ഇറാൻ മേഖലയിലേക്ക് നീങ്ങുന്നുണ്ട്. ഏകദേശം ഇറാൻ്റെ തീരങ്ങളോട് അടുത്തെത്താറായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വളരെ വേഗത്തിലും ആക്രമണ സ്വഭാവത്തോടെയും ദൗത്യം നിറവേറ്റാൻ സന്നദ്ധരാണെന്ന് ട്രംപ് വ്യക്തമാക്കി. കരുത്തോടെ കൃത്യമായ വേഗത്തിലാണ് സംഘം നീങ്ങുന്നത്. വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽ പടയാണ് ഇപ്പോൾ ഇറാനിലേക്ക് നീങ്ങുന്നത്. വെനസ്വേലയിൽ എന്ന പോലെ വേഗത്തിൽ ദൗത്യം പൂർത്തിയാക്കാൻ ഇതിന് കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. US ഇറാൻ ബന്ധം അങ്ങേയറ്റം വഷളായ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലേക്ക് US യുദ്ധക്കപ്പലുകളും എത്തിയത്. ഇതിന് പിന്നാലെയാണ് പരസ്യമായ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ആണവായുധങ്ങൾ സംബന്ധിച്ചുള്ള ന്യായവും തുല്യവുമായ ഉടമ്പടി തയ്യാറാക്കുന്നതിനായി ഇറാൻ ഉടൻ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇറാൻ വൈകാതെ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണവായുധങ്ങൾ വേണ്ടെന്ന കരാറിനായി ചർച്ചകൾ ഉണ്ടാകും. അതായിരിക്കും കക്ഷികൾക്കും നല്ലത്. സമയം വൈകുകയാണ്. സത്യത്തിൽ സമരമാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതായത്, ഈ ആണവായുധങ്ങൾ വേണ്ടെന്ന കരാർ, ഇറാൻ ആണവായുധങ്ങൾ വേണ്ട എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കരാറിനാണ് ട്രംപ് വട്ടം കൂട്ടുന്നത്. പക്ഷേ അത് എത്രത്തോളം ഇറാൻ അനുസരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇറാൻ അതിനെ അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ വെളിവായി കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇറാനെ ആക്രമിക്കാൻ ഭയക്കും. അപ്പോൾ ഒരു ആണവായുധമുള്ള രാജ്യത്തിനോട് മറ്റൊരു ആണവായുധമുള്ള രാജ്യം പോരാടാൻ എന്തായാലും മടിക്കും. കാരണം തിരിച്ച് ആണവായുധം പ്രയോഗിച്ചാലോ എന്നൊരു ഭയമാണ്. അപ്പോൾ ഇറാന് ആണവായുധം വേണം എന്നുള്ളത് ഇറാൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ്. എന്നാൽ ചർച്ചകൾ നടക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇറാൻ തള്ളി. സൈനിക ഭീഷണിക്കൊപ്പമുള്ള നയതന്ത്രം ഫലപ്രദമാകില്ല എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുടെ പ്രതികരണം. ചർച്ചകൾ നടക്കണമെങ്കിൽ ഭീഷണിയും യുക്തിരഹിതമായ ആവശ്യങ്ങളും പിൻവലിക്കണമെന്ന് ഇറാൻ വ്യക്തമാക്കി. അതായത് നിരന്തരമായുള്ള ഇപ്പോൾ ആക്രമിക്കുമെന്നുള്ള വിരട്ടൽ തന്ത്രം, ട്രംപിൻ്റെ വിരട്ടൽ തന്ത്രം മതിയാക്കി ഈ പുറപ്പെട്ട ആയുധങ്ങളെല്ലാം ഇറാൻ്റെ തീരത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധക്കപ്പലുകൾ ബാക്കി എല്ലാം പിൻവലിച്ച് ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെ പോവുകയാണെങ്കിൽ ചർച്ചയ്ക്ക് ആകാം എന്നതാണ് ഇറാൻ നയം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയവെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്നത്. ഒരുപക്ഷെ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകച്ചതിന് പിന്നിൽ അമേരിക്കതാണ് എന്നാണ് ഇറാൻ അടിവരയിട്ട് പറയുന്നത്. സർക്കാരിൻ്റെ അടിച്ചമർത്തലിനെതിരെ പ്രതിഷേധം നടത്തിയ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ 6200-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ അയൽ രാജ്യങ്ങളുടെ മണ്ണോ ആകാശമോ ജലപാതയോ ഉപയോഗിച്ചാൽ അവരെ ശത്രുക്കളായി കാണുമെന്ന് IRGC കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാനാവില്ലെന്ന് UAEയും സൗദിയും വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇന്നലെ ഖത്തറും വ്യക്തമാക്കി ഇത് അനുവദിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെ
കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും അല്ലെങ്കിൽ നിൽക്കാൻ സാധ്യതയുള്ള കാഴ്ചയും ഇപ്പോൾ കണ്ടുവരികയാണ്. എന്തായാലും ട്രംപ് വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായി ഇറാനെ തകർക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇറാൻ അത്ര ഒരു ചെറിയ രാജ്യമല്ല. ഇറാൻ എന്തായാലും ചെറിയൊരു തിരിച്ചടിയെങ്കിലും ട്രംപിന് മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടി നൽകാൻ കഴിവുള്ള രാജ്യമാണ് ഇറാൻ. അത് ഇറാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.